ഇനി സഹോദരന്മാരെ ഞാൻ ചുരുക്കി പറയുന്നു, മൂപ്പര് പറയുന്ന എല്ലാറ്റിനും തെളിവ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്ത് മുക്കിപ്പിടിച്ചതാ. എന്നാ ഖുർആൻ സുന്നത്തും അത് പറയട്ടെ, ഖുർആൻ സുന്നത്തും കാണിച്ചു തരാം. ഖുർആൻ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. എന്നിട്ട് അതുമായി യോജിക്കാത്ത തള്ളി ചെത്തിക്കളയുക. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല. ഈ മുജാഹിദ് പ്രവർത്തകന്മാരെ കണ്ടാൽ നിങ്ങൾ മുണ്ടിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും തരികണ്ട. മനസ്സിലായോ? നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ വിരോധം, മിണ്ടായിരിക്കാൻ പറ്റുമോ? കണക്കില്ലാതെത്തും. നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആളുകളോട് തിരിച്ച കണക്കില്ലേന്ന് എന്നിട്ട് മിണ്ടണ്ടാ മൂപ്പര് പറയുന്നു. എന്നാ മൗലവി ഞാൻ ചോദിക്കട്ടെ, ഞാൻ മാനവനായി ചോദിക്കട്ടെ, ഖുർആനും സുന്നത്തുല്ലേ നിങ്ങളൊക്കെ സംഗതി? മൗലവി നിങ്ങളെ കൈകൊണ്ട് തന്നെ, നിങ്ങളെ കൈകൊണ്ട് ഒറ്റപ്പാലം കോടതിയിൽ 6% പലിശ ചോദിച്ചിട്ട് കേസ് കൊടുത്തിട്ടില്ലേ AP അബ്ദുൽ ഖാദർ മൗലവി? പലിശ ചോദിച്ചിട്ട് നിങ്ങൾ കോടതി കേസ് കൊടുത്തിട്ടില്ലേ? അതിനെപ്പറ്റി നിങ്ങളെ വാദപ്രതിവാദത്തിൽ കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് മൗലവി ചോദിച്ചപ്പോ നിങ്ങളെ പക്ഷത്തു നിന്നുള്ള മറുപടി എന്താ? നിങ്ങൾ മുതലെങ്കിൽ അന്നേക്ക് പലിശ വിട്ടുതരാം. നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല എന്നല്ല, പിന്നെ മുതലെങ്കിൽ അന്നേക്ക് പലിശ വിട്ടുതരാം. വിട്ടുതരണമെങ്കിൽ ആദ്യം അവകാശം ഉണ്ടാകണ്ടേ മൗലവി? പലിശക്ക് അവകാശം ഉണ്ടാവോ? അതെന്ന് വെച്ചാ ലത്തീഫിന്റെ കണക്കൊന്നും നോക്ക്. നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന വാചകം എതിർകക്ഷിയാൽ ഹർജിക്കാരൻ വരെയുള്ള താഴത്തെ പലിശയും നേരാവ് കൂടാവുന്നതുവരെ 6% പ്രകാരമുള്ള പലിശയും മുടി ഒഴിഞ്ഞ് കൈവന്നിട്ടുള്ളതുവരെ മാസത്തിൽ 1000 രൂപ കണ്ടുള്ള മേലാൽ വാടകയും എതിർകക്ഷിയാൽ തീരുമാനം കൽപ്പിച്ചും വിധിയുണ്ടാവുന്ന ഒരു പലിശന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് മാസക്രമം പ്രകാരം 6% പ്രകാരം 1/1/2002 മുതൽ 1/11/2003 കൂടി പലിശ 1265. ആകെ 24,265. നിങ്ങളെ ദുനിയാവ് കോടതി മാത്രം പറഞ്ഞാൽ പല നല്ല കോടതി പറയണം. പോരാത്തത് കേരളം അൽമനാറിന്റെ പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ പോക്കറ്റ് ഡയറിയില്ല പലിശനെ കണക്കിലിരിക്കുന്ന ആർക്കൊണ്ടിയാണോ? നിങ്ങൾ മനസ്സിലായോ? അത് പറഞ്ഞതാ. KNM പുറത്തിറക്കിയ ഡയറിയിൽ പലിശന്റെ കണക്കിട്ട് ഇത് ആർക്കാണാവോ എന്നാരും ഇത് എത്തിച്ച് ചോദിക്കുന്നു. ഇപ്പൊ മുജാഹിദികൾ കൂട്ടച്ചിരിയ എന്നിട്ടും രാജിവെക്കുന്നില്ല കേട്ടോ. അതോടുകൂടെ പലിശയുടെ കണക്കാൻ പറ്റും. കോടതി കേസ് കൊടുത്ത പലിശ ഇട്ടാനി ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ. ഇവിടുന്ന് പറയാണ്ട് ഖുർആനും സുന്നത്തും വെച്ച് ബാക്കിയൊന്ന് ചെത്തിക്കളാം. ചെത്ത് മൗലവി ചെത്ത്. പലിശക്ക് ഏത് ഖുർആനിലാ തെളിവ്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അല്ലാഹ് ഹറാമാക്കി പലിശ, അല്ലാഹ് ഹലാലാക്കി കച്ചവടം. നിങ്ങൾ പലിശക്കല്ലേ മൗലവി കേസ് കൊടുത്തത്?